യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തിനാണ് നമ്മൾ ആണയിടുന്നത്? അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാൻ പറഞ്ഞതാണ് ശരി, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. രണ്ട്, നമ്മുടെ അഭിമാനത്തിൻ്റെയും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ടാണ് പലപ്പോൾ നമ്മൾ ആണയിടുന്നത്. എന്നാൽ നമ്മൾ എളിമപ്പെട്ടാൽ ദൈവത്തിനെ നമ്മളെ രക്ഷിക്കാനുള്ള വഴിയാകും എന്ന് നമുക്ക് ബോധ്യമായാൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുകയും പറയാനുള്ളത് പറയുകയും ചെയ്തതിനു ശേഷം അത് വിശ്വസിക്കാനല്ല, മറിച്ച് നമ്മളെ ഒരു പടി കൂടി ഉയർത്താനാണ് അവരുടെ ഹൃദയത്തെ ദൈവം പ്രചോദിപ്പിക്കുമെങ്കിൽ അതിനോട് സമയം നൽകാൻ മനസ്സിനെ ഒരു തുറവിയുണ്ടാകട്ടെ. അല്പം സമയം നൽകുക. അവർ പരിശോധിക്കട്ടെ. പരിശോധിച്ച് സമയമാകുമ്പോൾ തീർച്ചയായും അവർ അത് ഉറപ്പിച്ചിരിക്കും. ആ സമയത്ത് അത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യമാകും. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അത് തെളിയുകയും ചെയ്യും. എളിമയോടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ അഹങ്കാരമൊക്കെ ഉപേക്ഷിക്കാൻ കർത്താവ് നമ്മളെ ശക്തരാക്കട്ടെ.